തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ബി.ജെ.പി. നടത്തിയ മാർച്ച് ചെറിയ തോതിൽ സംഘർഷഭരിതമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. പലയാവർത്തി ജലപീരങ്കി പ്രയോഗം നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അവിടെ പെരുമഴയാണ്. പെരുമഴത്താണ് അവിടെ തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മേയറുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു സമരം. തിരുവനന്തപുരത്ത് ആമേഴിഞ്ഞാന്തോട്ടിൽ ജോയി മരണപ്പെട്ടതുമായി ബന്ധപ്പെട്ട് അതിന്റെ തുടർച്ചയിലെ സമരങ്ങൾ തുടരുകയാണ്. തിരുവനന്തപുരത്ത് എം.ജി. പ്രതീഷ് വിവരങ്ങളുമായി ചേർന്നു. പ്രതീഷ്, പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ? ഹാഷ്മി, തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറുടെ രാജി ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ബി.ജെ.പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ആദ്യഘട്ടത്തിൽ സമാധാനപരമായി തുടങ്ങിയ പ്രതിഷേധ മാർച്ചാണ് പിന്നീട് സംഘർഷത്തിൽ കലാശിച്ചത്. പലവട്ടം പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. അപ്പോഴും പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ കൂട്ടാക്കിയിരുന്നില്ല. പിന്നീട് ഈ കോർപ്പറേഷന് മുന്നിലെ പ്രതിഷേധം അവസാനിപ്പിച്ച് LMS പള്ളിക്ക് മുന്നിൽ റോഡ് തടഞ്ഞുള്ള പ്രതിഷേധമായിരുന്നു പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അങ്ങനെ പ്രതിഷേധിച്ച പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. ശക്തമായ കനത്ത മഴയാണ് തിരുവനന്തപുരം നഗരത്തിൽ. ഈ മഴയെ അവഗണിച്ചുകൊണ്ടായിരുന്നു ബി.ജെ.പി. പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം കോർപ്പറേഷനിലേക്ക് അരങ്ങേറിയത്. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനാണ് ഈ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. സാധാരണഗതിയിൽ ഈ പ്രസംഗം കഴിഞ്ഞ ശേഷമായിരിക്കും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. പക്ഷേ പ്രസംഗം അവസാനിച്ച ഈ നന്ദി പ്രസംഗം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു വിഭാഗം പ്രവർത്തകർ കോർപ്പറേഷന്റെ മതിൽ ചാടിക്കടന്നു. ഇതാണ് വലിയ തരത്തിലൊരു സംഘർഷത്തിലേക്ക് കലാശിച്ചത്. ഈ കോർപ്പറേഷന്റെ അകത്തേക്ക് ചാടിക്കടന്ന പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പല ശ്രമങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ആ ശ്രമങ്ങളൊക്കെ തന്നെ പരാജയപ്പെട്ടു. കാരണം നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ പ്രതിഷേധ മാർച്ചിൽ പങ്കാളികളായത്. ഈ പ്രവർത്തകരെ പിന്തിരിപ്പിച്ച ഒരു സമാധാന അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് പോലീസ് ഏറെ പണിപ്പെട്ടിരുന്നു. പിന്നീട് പലതവണ കൂടുതൽ പോലീസുകാരെത്തിയാണ് ഈ കോർപ്പറേഷന് ഉള്ളിൽ ചാടിക്കടന്ന പ്രവർത്തകരെ പിന്തിരിപ്പിച്ച് അവിടെ നിന്ന് മാറ്റിയത്. അതിനുശേഷമാണ് ഇപ്പോൾ റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ ഈ പ്രവർത്തകർ ഇവിടെ നിന്ന് ഒരു വിഭാഗം പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടുണ്ട്. ഈ ബാക്കി പ്രതിഷേധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. വലിയൊരു പ്രതിഷേധം തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രൻ രാജി ആവശ്യപ്പെട്ടാണ് ബി.ജെ.പിയുടെ മാർച്ച്. അത് ചെറുതോതിൽ സംഘർഷഭരിതമായി. പലയാവർത്തി ജലപീരങ്കി പ്രയോഗമുണ്ടായി. പ്രവർത്തകർ അതിൻ്റെ ഓഫീസ് മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചു. അതിനുശേഷം ഇപ്പോൾ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്.